ദൈവസ്നേഹമെന്ന ഔഷധമാണ് സഹനത്തെ അതിജീവിക്കാനുള്ള മെച്ചപ്പെട്ട ഔഷധമെന്ന് തിരിച്ചറിയുവാൻ ആഹ്വാനം ചെയ്തു ഫ്രാൻസിസ് പാപ്പ. ജനറൽ ചാപ്റ്ററിൽ പങ്കെടുത്തു വരുന്ന തിരുഹൃദയത്തിന്റെ ഹോസ്പിറ്റലർ സിസ്റ്റേഴ്സ്, വിശുദ്ധ കാമില്ലോയുടെ പെൺമക്കൾ എന്നീ സന്യസ്ത സമൂഹാംഗങ്ങളുടെ പ്രതിനിധികൾക്ക് അനുവദിച്ച കൂടിക്കാഴ്ചയിലാണ് പാപ്പ ഇപ്രകാരം ആഹ്വാനം ചെയ്തത്. രോഗികളായ മനുഷ്യർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയുടെ മൂല്യവും ഇരു സമൂഹങ്ങളും ചെയ്യുന്ന സേവനത്തിന്റെ പ്രാധാന്യവും പാപ്പ എടുത്തു പറഞ്ഞു. ഒപ്പം സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ലെന്ന് പാപ്പ ഇരു സമൂഹങ്ങളെയും ഓർമ്മിപ്പിച്ചു. ദൈവം നിങ്ങളുടെ മുന്നിലെത്തിക്കുന്ന സഹോദരീ സഹോദരന്മാരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കാൻ ധൈര്യപൂർവ്വം മുന്നോട്ടു വരാനും പാപ്പ ആവശ്യപ്പെട്ടു. ശക്തമായ പ്രതിഷേധത്തിനൊടുവിൽ സ്കൂൾ പാഠപുസ്തകത്തിൽ കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളുടെ നിരയിൽ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെയും ഉൾപ്പെടുത്തി. 7ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ 10 വർഷത്തിനു ശേഷമാണ് ചാവറയച്ഛനെ ഉൾപ്പെടുത്തിയത്. 2022 കേരള പാഠാവലിയുടെ നവോത്ഥാന ചരിത്രത്തിൽ ചാവറയച്ഛനെ ഉൾപ്പെടുത്താതിരുന്നത് വിവാദം സൃഷ്ടിച്ചിരുന്നു. സാമൂഹിക ശാസ്ത്രം പുസ്തകത്തിലെ 4ാം അധ്യായത്തിലാണ് ചാവറയച്ഛന്റെ സംഭാവനകൾ ഉൾപ്പെടുത്തിയത്. സാമൂഹിക പരിഷ്കരണത്തിനു നേതൃത്വം നൽകിയവരുടെ കൂട്ടത്തിലാണ് ചാവറയച്ഛനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1979 മുതൽ ഇതുവരെ 200ഓളം ഭാഷകളിലായി 51 ദശലക്ഷം കോപ്പി കുട്ടികളുടെ ബൈബിൾ അച്ചടിച്ചിട്ടുണ്ടെന്ന് പൊന്തിഫിക്കൽ സന്നദ്ധ സംഘടനയായ എയ്ഡ് ടു ദ ചർച്ച് ഇൻ നീഡ് 1979 പ്യൂബ്ലയിൽ നടന്ന ലാറ്റിൻ അമേരിക്കയുടെ 3ാമത്തെ ജനറൽ എപ്പിസ്കോപ്പൽ കോൺഫറൻസിൽ അവതരിപ്പിച്ചതിനു ശേഷമാണ് ബൈബിൾ പതിപ്പ് പ്രസിദ്ധീകരിച്ചത്. ഇത് 194 ഭാഷകളിലേക്കും വിവർത്തനം ചെയ്തിട്ടുണ്ട്. 1979 കുട്ടികളുടെ അന്താരാഷ്ട്ര വർഷമായി ആചരിച്ചിരുന്നു. കെനിയയിൽ മിക്ക കുട്ടികളും തുർക്കാന എന്ന ഭാഷ മാത്രമേ സംസാരിക്കൂ. വെല്ലുവിളികൾക്കിടയിലും പ്രദേശത്തെ കുട്ടികളെ സുവിശേഷവൽക്കരിക്കാൻ മിഷണറിമാർ കുട്ടികളുടെ ബൈബിൾ ഉപയോഗിച്ചുവെന്നും ഇത് വിജയകരമായിരുന്നുവെന്നും സാൻ പാബ്ലോ എപ്പസ്റ്റോളിലെ മിഷണറി കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ലിലിയൻ ഒമാരി പറയുന്നു. ഇസ്രായേൽ ആന്റിക്വിറ്റീസ് അതോറിറ്റിയിലെ പുരാവസ്തു ഗവേഷകർ വടക്കൻ നെഗവ് മരുഭൂമിയിൽ ബൈസന്റൈൻ കാലഘട്ടത്തിലെ കപ്പലുകൾ പ്രദർശിപ്പിക്കുന്ന ചുമർ ചിത്രങ്ങളോട് കൂടിയ 1500 വർഷം പഴക്കമുള്ള ക്രിസ്ത്യൻ പള്ളി കണ്ടെത്തി. മെയ് 23 അതോറിറ്റി പുറത്തിറക്കിയ പത്രക്കുറിപ്പിലാണ് പുതിയ കണ്ടെത്തലുകൾ പ്രഖ്യാപിച്ചത്. നഗരവിപുലീകരണ പദ്ധതിയുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ പുരാവസ്തു അതോറിറ്റി വർഷങ്ങളായി ഖനനം നടത്തിയിരുന്ന ബെഡുയിൻ നഗരമായ റാഹത്തിന്റെ തെക്ക് ഭാഗത്തായിരുന്നു കണ്ടെത്തൽ. ബൈസന്റൈൻ കാലഘട്ടത്തിന്റെ അവസാനത്തിലും ഇസ്ലാമിക കാലഘട്ടത്തിന്റെ തുടക്കത്തിലും വടക്കൻ നെഗവ് മരുഭൂമിയിലെ ജീവിതാവസ്ഥകളെക്കുറിച്ചുള്ള തെളിവുകൾ നൽകുന്ന കണ്ടെത്തലുകളാണ് ഇതെന്ന് പുരാവസ്തു ഗവേഷകർ വെളിപ്പെടുത്തി. അഹംഭാവം മാനവഹൃദയത്തെ വീർപ്പുമുട്ടിക്കുമ്പോൾ വിനയമാകട്ടെ സകലത്തിന്റെയും ശരിയായ മാനത്തിലേക്ക് തിരികെ കൊണ്ടുവരുമെന്ന് ഉത്ബോധിപ്പിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാനിലെത്തിയ വിശ്വാസികൾക്ക് പൊതുദർശനം അനുവദിച്ചു പ്രതിവാര പൊതുകൂടിക്കാഴ്ചയിൽ സന്ദേശം നൽകുകയായിരുന്നു പാപ്പ. എളിമയുടെ അഭാവമുള്ളിടത്ത് യുദ്ധവും അപസ്വരവും ഭിന്നിപ്പും ഇടം പിടിക്കുകയാണെന്നും വിനയമാണ് രക്ഷയിലേക്കുള്ള വഴിയെന്നും പാപ്പ പറഞ്ഞു. നമ്മൾ അത്ഭുതവും എന്നാൽ പരിമിതികളുള്ളതുമായ സൃഷ്ടികളാണ്. യോഗ്യതകളോടും കുറവുകളോടും കൂടിയവരുമാണ്. നാം പൊടിയാണെന്നും പൊടിയിലേക്ക് മടങ്ങുന്നുവെന്നും ബൈബിൾ തുടക്കം മുതൽ തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു.